അളയാ, അടുത്തത് നമ്മൾ ഡാൻസിന് പ്രാധാന്യമുള്ള ഒരു സ്കിറ്റാണ് ചെയ്യാൻ പോണത് കേട്ടാ. ഒരു ഡാൻസ് മാസ്റ്ററാ കഥ. അപ്പോൾ ഡാൻസ് മാസ്റ്റർ ഞാൻ. ഡാൻസ് മാസ്റ്റർ നീയാ? എടാ നേരെ ചോട് വയ്ക്കാൻ അറിഞ്ഞൂടാത്ത നീ ഇവിടത്തെ ഡാൻസ് മാസ്റ്റർ. നിനക്ക് നടക്കാൻ അറിയാവോ? നിനക്ക് നടക്കാൻ അറിയാവോ? അതിനുള്ള കെട്ടും പൂട്ടുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. ഇത് തലേ വെച്ചെന്നും പറഞ്ഞേ ഡാൻസ് ഒന്നും മാസ്റ്റർ ആവത്തില്ല. സ്റ്റെപ്പ് അറിയണം, സ്റ്റെപ്പ് അറിയുവോ? അളയാ, അടുത്തത് നമ്മൾ ഡാൻസിന് പ്രാധാന്യമുള്ള സ്കിറ്റാണ് ചെയ്യാൻ പോകുന്നത്. എവന് ചോട് വയ്ക്കാൻ അറിഞ്ഞൂടാ, എനിക്കും ചോട് വയ്ക്കാൻ അറിഞ്ഞൂടാ. അതിനാണോ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്ക് ഡാൻസ് കളിച്ചാ പോരെ? നമ്മളെ സ്കിറ്റിനായിട്ട് ഡാൻസ് കളിക്കണം. അതിന് പറ്റിയൊരിടമുണ്ട്, എന്റെ കൂടെ വാ. ഇർഷാദ്, ശ്രീത്ത്, മനു, ഓക്കെ. സന്ധ്യ റോസും സാർ, ഇവർ രണ്ടും എന്റെ ഫ്രണ്ടാണ്. ഇവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാറിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മള് ഡാൻസിന്റെ മെയിൻ ആക്കിയിട്ടുള്ള ഒരു സ്കിറ്റ് ചെയ്യാൻ പോകും. ഓക്കെ. അപ്പൊ ഡാൻസ് മാസ്റ്ററിന്റെ ഒരു കഥാപാത്രമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് എവന് ഡാൻസ് അറിഞ്ഞൂടാ, എനിക്കും അറിയില്ല. അത് കുഴപ്പമില്ല, നമുക്ക് പഠിപ്പിച്ചെടുക്കാം, ക്ലിയർ ആക്കി എടുക്കാം. അതൊരു വിഷയമല്ല, ഏജ് ഒരു വിഷയമേ അല്ല. അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി. കണ്ടായിരുന്നു. സാർ, ഇതിന്റെ ക്ലാസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്ലാസ്സിനെ കുറിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സൂംബ പഠിപ്പിക്കുന്നുണ്ട്. ഡെയിലി കോഴ്സാണത്. ഡെയിലി 30 ഡേയ്സും വരുന്നുണ്ട്. പിന്നെ ക്ലാസിക്കലും സിനിമാറ്റിക്കും വരുന്നതെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ വരുന്നുള്ളൂ. ക്ലാസിക്കൽ പഠിപ്പിക്കുന്നത് വൈഫാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് എത്ര മാസം കൊണ്ട് ശരാശരിയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും? അത് നമ്മളെ ഒരു ടാലൻറ്റ് പോലെ ഇരിക്കും. എന്നാലും മാക്സിമം നമ്മൾ പഠിപ്പിച്ച് ക്ലിയർ ആക്കിയേ വിടുകയുള്ളൂ. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. എൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ട് വരുന്നത്? കറക്റ്റ് പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ വന്നിട്ട് നമ്മുടെ റെയിൽവേ ക്രോസ് പോണ വഴിയിലാണ് വരുന്നത്. ഓക്കെ. ബോർഡ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അറിയാൻ പറ്റും കറക്റ്റായിട്ട്. ഡാൻസ് നമ്മൾ സിനിമാറ്റിക്, കണ്ടംപററി, ഹിപ്പ് ഹോപ്പ്, പിന്നെ നമ്മൾ സൂംബ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ലാസിക്കലിൽ നമ്മൾ എല്ലാ സ്റ്റൈലും പഠിപ്പിക്കുന്നുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി അതെല്ലാം പഠിപ്പിക്കുന്നു. നാടൻ നൃത്തം അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൻ്റെ ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. സ്റ്റുഡൻസ് വന്നതിനനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം കിട്ടുമോ? ഈവനിങ്ങും കിട്ടും. ഒന്നീ മോർണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും. സാറ് ഫുൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രോഗ്രാം ഷോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ക്ലാസ് ഡാൻസ്. എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ഡാൻസ് ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? കുറച്ച് മതി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ സാർ, താങ്ക് യു. 2, 3 and 4, then 5. അപ്പോൾ ഗൈസ്, നമ്മുടെ ശ്രീ ഡാൻസ് കമ്പനിയിൽ വന്നു. ഞങ്ങൾ ഇച്ചിരി ആഗ്രഹത്തോടെ വന്നു, ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ പോവുകയാണ്. ഏത് പ്രായക്കാർക്കും ജോയിൻ ചെയ്യാവുന്ന ഒരു സ്ഥലമാകുന്നു. ഇവിടെ ഏത് പ്രായക്കാർക്കും ഭരതനാട്യം, ക്ലാസിക്കൽ ഐറ്റംസ് ഫുള്ളായിട്ട് പഠിപ്പിക്കുന്നു. കണ്ടംപററി, കുച്ചിപ്പുടിയൊക്കെ ഉണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്തായാലും പോവുള്ളൂ. ലേഡീസ് കോച്ചിങ് ഉണ്ട്, ജെൻസ് കോച്ചിങ് ഉണ്ട്. ക്ലാസ് അവൈലബിൾ ആണ്. ഏത് പ്രായക്കാർക്കും ഇവിടെ വന്ന് കളിക്കാവുന്നതാണ്. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ.